അകലം നന്ന് ഗുണപാഠ കഥ കേൾക്കാം. ചെമ്പുകുടവും മൺകുടവും. പാവപ്പെട്ടൊരു കുടുംബത്തിലെ അടുക്കളയിലായിരുന്നു ചെമ്പുകുടവും മൺകുടവും താമസിച്ചിരുന്നത്. ചെമ്പുകുടം തൻ്റെ തിളക്കത്തിലും ശക്തിയിലും അഹങ്കാരമുള്ളവനായിരുന്നു. അവന് മൺകുടത്തിന് പുച്ഛവുമായിരുന്നു. അങ്ങനെയിരിക്കെ അവിടെ ഒരു വെള്ളപ്പൊക്കമുണ്ടായി. അടുക്കളയിലും വെള്ളം കയറി. എല്ലാ വസ്തുക്കളും ഒഴുകിപ്പോയി. അക്കൂട്ടത്തിൽ ഇരുകുടങ്ങളും പെട്ടു. ഒഴുക്കിൽ ഇരുവരും എങ്ങനെയോ ഒരു പുഴയിലെത്തി. ഓളങ്ങളിൽപ്പെട്ട് അങ്ങനെ ഒഴുകുകയാണ്. മൺകുടം അകലെക്കൂടി ഒഴുകിപ്പോകുന്നത് കണ്ട് ചെമ്പുകുടം പറഞ്ഞു, "എന്താ അത്ര അകലെക്കൂടി പോകുന്നത്? എൻ്റെ അടുത്ത് വരൂ. നീ മണ്ണുകൊണ്ടുള്ളതല്ലേ. നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ കഴിയുമോ? എൻ്റെ അടുത്താണെങ്കിൽ സുരക്ഷിതനായിരിക്കും. ഞാൻ ശക്തനുമാണ്." മൺകുടം വിനയത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നന്ദി സുഹൃത്തേ. താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. നന്ദി സുഹൃത്തേ. താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ദുർബലനും. ഞാൻ താങ്കളുടെ അടുത്ത് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഒരു തിര താങ്കളെ ശക്തിയായി ഒന്ന് തള്ളിയാൽ നാം കൂട്ടിയിടിച്ചെന്ന് വരും. അപ്പോൾ പിന്നെ എൻ്റെ ഗതി എന്താകും? ഞാൻ അല്പം അകലം പാലിക്കുന്നതല്ലേ നല്ലത്. താങ്കൾ ഇങ്ങോട്ടും വന്നേക്കല്ലേ." ചിലപ്പോഴൊക്കെ അങ്ങനെയാണല്ലേ. ചില സമയത്ത് ചില ബന്ധങ്ങളിൽ നാം അകലം പാലിക്കേണ്ടതായുണ്ട്. ഗുണപാഠ കഥയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഗുണപാഠം എന്താണ്?